ശ്രീഗണേശാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നെടുനാരായണീയം. ദശകം 86. സ്വാൽവാദിവധവും ഭാരതയുദ്ധവും. ശിവതപം കൊണ്ടു നേടി സാലരാജൻ വിമാനത്തെ ആദിയിലേറി ദ്വാരകയെ ആക്രമിച്ചപ്പോൾ പ്രദ്യുമ്നനോ സാൽവമന്ത്രി രുമാനെയും തോൽപ്പിച്ചല്ലോ. അവിടുന്നോ കുരുദേശേ വാണിടും കാലം യുദ്ധവാർത്തയറിഞ്ഞു നീ ബലരാമനുമായെത്തി സ്വലഗത ഭഗവാന്റെ ചാപം തകർത്തു. അവിടുത്തെ അച്ഛനെയോ മായയാലെ ഹനിച്ചവൻ അചലനായി ഭഗവാനും വ്യാസൻ പാടുന്നു. സൗഭമെന്ന വിമാനത്തെ ഗദയാലെ തകർത്തു നീ സ്വാലനെയോ സുദർശനം കൊണ്ടു ബാധിച്ചു. ദന്തഭക്തൻ കൗമുദകി സ്പർശത്താലെ മോക്ഷം നേടി കൃഷ്ണാവതാരത്തിൻ ഭാഗ്യം ചൊല്ലുവാനാമോ. കള്ളച്ചൂതിൽ തോറ്റ നേരം പാഞ്ചാലിക്കായി ഭവാനേകി കാരുണ്യത്തിൻ ഉടുവസ്ത്രം ആനന്ദമായി. കാട്ടിൽ അക്ഷയപാത്രത്തിൽ ചിരയില ഭക്ഷിച്ചപ്പോൾ ദുർവാസാവിന്നു തൃപ്തിയായി കൃഷ്ണാവിചിത്രം. ഭാരതയുദ്ധത്തിൽ പാർത്ഥൻ അവിടുത്തെ സ്നേഹം നേടി ദുര്യോധനൻ അവിടുത്തെ സൈന്യത്തെ നേടി. പാണ്ഡവദൂതനാം നിന്നെ ദുര്യോധനൻ ധിക്കരിച്ചു. വിശ്വരൂപം കാട്ടി ദേവൻ തിരിച്ചു പോന്നു. യുദ്ധത്തിങ്കൽ ബന്ധുക്കളെ കണ്ടു പാർത്ഥൻ വിഷണ്ണനായി ആത്മതത്വം പകർന്നേകി പാർത്ഥസാരഥി. യുദ്ധത്തിനോ കരുത്തായി വിശ്വരൂപം കാട്ടി ദേവൻ യുദ്ധഭൂവിൽ തീജ്വാലയായി അർജുനൻ മാറി. ഭക്തനാകും ഭീഷ്മതാനും ഭൂഭാരത്തെ തീർക്കാനായി നിരവധി നൃപന്മാരെ കൊന്നൊടുക്കിനാൻ. പ്രതിജ്ഞ മാറുന്ന കൃഷ്ണൻ ചക്രവുമായി പാഞ്ഞെടുത്തു. നമ്രശിരസ്കനായി ഭീഷ്മർ തൊഴുതു നിന്നു. ഭഗദത്തനായ ചോരു നാരായണാസ്ത്രത്തെ ഭവൻ മാറിയിലേറ്റി സൂര്യനെ ചക്രത്താൽ മാറച്ചു. ജയദ്രഥനെയും കൊന്നു കർണൻ തൻ്റെ അമ്പിൽ നിന്നും ഭൂമി താഴ്ത്തി പാർത്ഥരക്ഷ നടത്തി കണ്ണൻ. യുദ്ധാരംഭേ ബലരാമൻ നൈമീശക്ഷേത്രത്തിലെത്തി അനാദരവു കാട്ടിയ സൂതനെ കൊന്നു. ബല്വാലനെ കൊന്നു തീർത്ഥയാത്ര ചെയ്തു തിരിച്ചെത്തി ഭീമദുര്യോധന യുദ്ധം കണ്ടു മടങ്ങി. പാഞ്ചാലി സൂതരെ കൊന്ന് അശ്വത്ഥമാവിൻ്റെ അസ്ത്രം പാഞ്ചാലിപാതിയെ കൊണ്ടു മടക്കി ഭവാൻ. ഉത്തരാഗർഭത്തിലെത്തി ബ്രഹ്മാസ്ത്രത്തെ തടഞ്ഞോര ഉത്തമ പുരുഷ നിന്നെ കുമ്പിട്ടിടുന്നു. ധർമ്മജനു ഉപദേശം നൽകിയോരാ ഭീഷ്മതാനും ധർമ്മരൂപാ നിന്നെ കണ്ടു മൃത്യു വരിച്ചു. ധർമ്മജനെ കൊണ്ടു 3 അശ്വമേധം നടത്തിച്ച ധർമാവതാരമേ എൻ്റെ രോഗം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.